ഹലോ, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ അച്ഛനെ കൂട്ടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോവുകയാണ്. പോകെ പോകെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, സെറ്റ്. രാവിലെ കഴിക്കാൻ പുട്ടും ചെറുപയറും ബ്ലാക്ക് ടീ. സമയം ഇപ്പം 9:30 ആയിട്ടുണ്ട്. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഈ കോലമൊക്കെ മാറി റെഡി ആയിട്ട് സുന്ദരിയായിട്ട് വരാം. ഓക്കേ, ഹായ്. സുന്ദരിയായി ഒരുങ്ങിയിട്ടുണ്ട്. ദാ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. 10:15 ആകാനായിട്ടുണ്ട്. ഇനി വരെയുള്ള വിവരങ്ങൾ അറിയിക്കാം. ഓക്കേ. ഇന്ന് രാവിലെ പുട്ടാ കഴിച്ചത്. എന്തായാലും അങ്ങ് വരെ എൻ്റെ തള്ള നിങ്ങൾ കേൾക്കേണ്ടി വരും. ഞങ്ങളത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുളിമുക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ തമ്പാനേട്ടൻ്റെ സ്വന്തം കട. അപ്പോൾ ശരി ഗൈസ്, ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് വരാം. ഓക്കെ, ടാറ്റാ. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിലും ആമിക്കാണെങ്കിലും. അവൾ ഒരാഴ്ച മുന്നേ പറഞ്ഞതാണ് ഞാൻ ലീവ്. നമ്മൾ ഉഷാമാമനെ കൂട്ടാണ്ട് പോകുന്ന ഒരു ലോങ് യാത്ര അല്ലേ? നമ്മളിവിടെ പോകുമ്പോൾ ഉഷാമ്മേനെയും കൂട്ടിയിട്ടേ പോകാറുള്ളൂ. ആദ്യമായിട്ടാണ് ഉഷാമ്മേനെ കൂട്ടാണ്ട് നമ്മൾ പോകുന്നത് അല്ലേ? നമ്മൾ അച്ചാച്ചനെയും കൂട്ടിയിട്ട് വരാൻ പറ. ആമി സ്കൂളിൽ പോകേണ്ട ഒരാഴ്ച മുന്നേ പറഞ്ഞതാ. ഞാൻ എന്തായാലും ലീവാണ്, ഞാൻ അച്ചാച്ചനെ കൂട്ടാൻ എന്തായാലും വരും എന്ന് പറഞ്ഞിട്ട് മുൻകൂർ ടീച്ചറിനോട് ലീവൊക്കെ പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇരുട്ടിയിലെത്തി. ഇരുട്ടി പാലം കാണണ്ടേ? നല്ല മഴക്കാറല്ലേ? ഒരു മഴ പെയ്ത് തോർന്നായിരുന്നു കേട്ടോ. അടുത്ത മഴ പെയ്യാൻ പോകേണ്ട തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെയാണ്. പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയായിരിക്കും എന്ന് ആർക്കറിയാം. ഒന്നും കാണാൻ വിടത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഈ മഴ. എൻ്റെ നാടെത്തിയിരിക്കുന്നു ഗൈസ്. ഇതാണ് എൻ്റെ സ്വന്തം നാട്, വള്ളിത്തോട്. എങ്ങോട്ടാ പോവാ? അമ്മേൻ്റെ വീട്ടിലോട്ട് എങ്ങോട്ടായിരുന്നു പോവാ പറഞ്ഞട്ടെ? അങ്ങോട്ട് പോവും, അമ്മേൻ്റെ വീട്ടിലോ. നമ്മുടെ സ്വന്തം നാടെത്തുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബ് അല്ലേ? കുഞ്ഞുവിൻ്റെ സ്വന്തം റംബൂട്ടാൻ. ഇതാണ് നമ്മുടെ കുഞ്ഞൂട്ടൻ പഴം. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാലം കഴിഞ്ഞാൽ അപ്പോൾ അവിടെ കർണാടകമാണ് കേട്ടോ. മാക്കൂട്ടം കർണാടക ഫോറസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഏകദേശം കുറേ നാളായി. അല്ലെങ്കിൽ കല്യാണത്തിന് മുന്നാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. ഇവിടെ ഒരു കസിൻസിൻ്റെ വീടുണ്ട്. അപ്പം അവരെ വീട്ടിലോട്ട് വെക്കേഷനും അതിനും ഇതിനും ശനിയും ഞായറൊക്കെ ആകുമ്പോഴൊക്കെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ആ നൊസ്റ്റു. ഭയങ്കര മഴ 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 കുട കുട കുട. കർണാടക ആയപ്പോഴേ തുടങ്ങി കേട്ടോ മഴ. നമ്മുടെ നാട്ടിനെക്കാട്ടും കൂടുതൽ നല്ല മഴയുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം മാക്കൂട്ടാട്ടോ എത്തിയത്. നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് കോട ഇങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ചുറ്റോട് ചുറ്റും കാടും നല്ല കോടമഞ്ഞും. ഹാ, അടിപൊളി വൈബ്. പോകുന്ന വഴിക്ക് പൊതുവെ ആനയും മാനും അതും ഇതും ഒക്കെ ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് മഴയായതുകൊണ്ട് ഒരു സാധനം ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഒരു കുരങ്ങനെയെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. ആമിയസ് കുറേ സമയം കുരങ്ങനെവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മഴയൊക്കെ കുറച്ച് മാറുവാണെങ്കിൽ അപ്പുറത്തേക്ക് ഉണ്ടാവും. എന്തായാലും നമ്മൾ കുരങ്ങനെ കണ്ടു ഗൈസ്, കണ്ടു. മഴയൊക്കെ മാറി കുരങ്ങന്മാർ അപ്പുറത്തേക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു. ആമീസിന് ഭയങ്കര സന്തോഷമായത് കണ്ടപ്പോഴത്തേക്കും.
പുള്ളിക്കാരന്മാർ എന്തോ വെച്ചടിക്കുന്നുണ്ട്, എന്ത് സാധനമാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. കുരങ്ങനെ കണ്ടെങ്കിലും ആശ്വസിക്കാം. ആനയുണ്ട് മുയലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സാരമില്ല. നമ്മളിപ്പം ഗോണിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ എത്തിയിട്ടുള്ളത്. രാവിലെ പുട്ട് കഴിച്ചുകൊണ്ടാൻ തോന്നുന്നു. അങ്ങനെ വലിയ വിശപ്പില്ല. കുറച്ച് കഴിയട്ടെ എന്തായാലും. വീണ്ടും ഒരു കുരങ്ങൻ. എന്തായാലും യാത്ര ഇപ്പോഴൊക്കെ വൈബായിട്ടുണ്ട്. ഇനി കുറച്ച് കഴിയുമ്പോൾ ആർക്കറിയാം തലവേദന എവിടുന്ന് വരുന്നു, മൈഗ്രെയിൻ എവിടുന്ന് വരുന്നു, തലകറക്കം എവിടുന്ന്, ഛർദി എവിടുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും കുഴപ്പമില്ലാണ്ട് പോയാൽ മതിയായിരുന്നു. റോഡിൻ്റെ 2 ഭാഗത്തും നല്ല അടിപൊളി പുഷ്പങ്ങളുണ്ട് കേട്ടോ. കുറേ മഞ്ഞ നിറച്ചുമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് 2 ഭാഗത്തും. അടിപൊളി, സൂപ്പർ, കൊള്ളാട്ടോ. ഞാൻ വിചാരിച്ച് ആമീസ് വണ്ടി കയറിപാട് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും. പൊതുവേ അങ്ങനെയാണ്. ഞങ്ങൾ എവിടെ പോകുമ്പോഴാണെങ്കിലും അവൾ വണ്ടി കയറേണ്ട താമസമുള്ളൂ, കൂർക്കം വിളിച്ചുറങ്ങും. പക്ഷെ അവൾക്കൊന്ന് ഭയങ്കര വൈബാണ്. കുറേ നാൾ കൂടിയാണ് നമ്മളൊരു ലോങ് ട്രിപ്പ് പോണത്. അതിൻ്റെ സന്തോഷം കാര്യങ്ങളൊക്കെയാണ്. ഹായ്, നീലാകാശം പീലി വിരിക്കും പച്ചത്തെങ്ങോല. ആകാശം നോക്കി എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് സംഗി പറഞ്ഞത് പുകയിലയാണ്, പുകയില കൃഷിയാണ്. പുകയിലയുണ്ട് ഇടക്ക്, പിന്നെ ഇഞ്ചി, ക്യാബേജ്, എന്തൊക്കെയോ കൃഷിയുണ്ട്. ഞാനിതൊന്നും അല്ല നോക്കിയത് കേട്ടോ, ആകാശം മാത്രമാണ്. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കും കേരളത്തിൽ എന്താ ആകാശമില്ലേ എന്ന്. പക്ഷേ ഇങ്ങനെ ഈ ഡ്രൈവൊക്കെ ചെയ്തിട്ട്, ഞാനല്ലട്ടോ സംഗി, ഡ്രൈവൊക്കെ ചെയ്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ബാംഗ്ലൂർ എത്തുന്ന വരെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടേ ഇല്ല കേട്ടോ. ഓരോത് കാണുമ്പോഴത്തേക്കും വീഡിയോ എടുക്കാം നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഓരോ വൈബും ഞാനിങ്ങനെ ആസ്വദിക്കുമായിരുന്നു. അത് ക്യാമറയിൽ ഇങ്ങനെ പകർത്തുകയായിരുന്നു ഗൈസ്. എത്ര കണ്ടാലും മതി വരാത്ത ആകാശങ്ങളും പാടങ്ങളും. എന്തൊക്കെ കൃഷിയല്ലേ. ക്യാമറ അലർജിയായ എൻ്റെ കെട്ടിയവനെ കണ്ടോ ഗൈസ് നിങ്ങൾ? എൻ്റെ ആമീസ് എവിടെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ. പുള്ളി ബോറടിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഞാൻ മുന്നിലിരുന്ന് മടുത്തു, ഇനി ഞാൻ പുറകിൽ പോയിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൾ പുറകിൽ പോയിരുന്നു കേട്ടോ. അപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം 1 മണി 1:30-2 മണിയൊക്കെ ആകാനായിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ചിക്കൻ ഫ്രൈഡ് റൈസാണ് വാങ്ങിയത്. സംഗി നെയ്ച്ചോറും ബീഫും കേട്ടോ വാങ്ങിയത്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, കർണാടകത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ബീഫ് കഴിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാട്ടോ. അവിടെ ബീഫിൻ്റെ പേര് പറയുമ്പോഴത്തേക്ക് അവിടെ ഗോമാതാവാണ് ബീഫ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ബീഫ് കിട്ടി ഗൈസ്. ഒന്നും പറയാനില്ല. ബീഫായതുകൊണ്ട് ഞാൻ മുണങ്ങി. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങളിതാ ഇറങ്ങിയിരിക്കുന്നു. വീണ്ടും ഞങ്ങളുടെ യാത്ര പിന്നെയും ആരംഭിച്ചിരിക്കുന്നു. യാത്രയോട് യാത്ര. ബ്ലോക്കായിരുന്നു കേട്ടോ, പല ഭാഗത്തും ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. റോഡ് പണിയാട്ടോ മെയിനായിട്ടുണ്ടായിരുന്നത്. അവർ പണിയെടുക്കട്ടെ, നമുക്ക് യാത്ര തുടരാം. ഇനിയും കുറേ ദൂരം ഇരിക്കാനുണ്ട്. ഇതെന്ത് മരമാണെന്നറിയോ? ഇത് ഇവിടം തൊട്ട് അങ്ങ് വരെ കുറേ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആര്യവേപ്പാട്ടോ റോഡിൻ്റെ നടുക്ക് നട്ടു വെച്ചിരിക്കുന്നത്. എത്രത്തോളം ഉണ്ടായിരുന്നു. ഇവിടേക്ക് എന്തെങ്കിലും മരുന്നിനോ എന്ത് കാര്യത്തിനെങ്കിലും ആര്യവേപ്പ് അന്വേഷിക്കുമ്പോൾ എവിടെ ഏതെങ്കിലും വീട്ടിൽ ഉണ്ടായാലുണ്ട്, അല്ലെങ്കിൽ ഇല്ല. സാരില്ല. ഇനി അങ്ങോട്ട് 6 വരി പാതയാണ് പോലും. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, ഇവിടെയൊക്കെ വേണമെങ്കിൽ കിടന്നുറങ്ങാൻ തോന്നുന്നു. എന്ത് രസമാണ് ആ റോഡും കാര്യങ്ങളും അല്ലേ. ഇവിടെ 3 അവിടെ 3. ഇവിടെ പോകുന്ന വഴിക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു കേട്ടോ. വലിയ മലകൾ, പാറക്കെട്ടുകൾ, കൊള്ളായിരുന്നു. ട്രോളാട്ടോ ഇത്. ട്രോളിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടുന്ന് ട്രോളൊന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. നേരെ അങ്ങ് പോവുക ചെയ്തത്. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ മഴ കാണിച്ച് ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പകുതിയും എടുക്കാതിരുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വന്നത്, ഉഷാമ്മയുടെ കൂട്ടാതെയുള്ള യാത്ര. പൊതുവെ നമ്മൾ എവിടെയെങ്കിലും പോണ സമയത്താണെങ്കിലും ഞാനും ആമീസും ഉഷാമ്മയും കൂടിയാണ് പല സ്ഥലത്തും പോകാറ്. കാരണം സംഗി ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പലപ്പോഴും സംഗിക്ക് വരാൻ പറ്റാറില്ല. അപ്പോൾ മെയിനായിട്ട് ഞാനും ഉഷാമ്മയും ആമീസും തന്നെയാണ് പോവാറുള്ളത്. അപ്പോൾ ഈ യാത്ര കുറച്ച് ബോറടിച്ചു, കാരണം ഉഷാമ്മ ഇല്ലാത്തത് കൊണ്ട്. ഞാനും സംഗിയും കുഞ്ഞും അങ്ങനെ ഇതുപോലെ ഇത്രയും ലോങ് ജേണി ആദ്യമായിട്ടാട്ടോ. ഏതെങ്കിലും മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ടൗണിൽ പോവുക, ഹോസ്പിറ്റലിൽ പോവുക, അങ്ങനെയൊക്കെ ഞങ്ങൾ മാത്രം പോകാറുള്ളൂ. ഇതിങ്ങനെ ഈ പ്രാവശ്യം ഇങ്ങനെ ഇരിക്കട്ടല്ലേ. ഉഷാമ്മയുടെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് ഉഷാമ്മ വരാതിരുന്നത് അറിയാലോ. ഓരോരോ പാറക്കെട്ട് കാണുമ്പോൾ അമ്മേ അത് വീഡിയോ എടുക്ക് അവൾക്കതൊക്കെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതം കേട്ടോ. അവൾക്ക് മാത്രമല്ല എനിക്കും തോന്നി ഇത് കാണുമ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു.
അവിടെ ഇവിടേക്കും ഒരുപാട് പാറക്കെട്ട്. അവിടെ നിന്നൊക്കെ താഴേക്ക് വീണിട്ടുണ്ടെങ്കിൽ എൻ്റെ ശിവ ശിവ. എന്നാലും നമ്മൾ ഏകദേശം പകുതി മുക്കാൽ എത്തിയിട്ടുണ്ട്. താമസിയാണ്ട് അവിടെ എത്തുമായിരിക്കും. ആമിയസ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴാ എത്താനായോ? ഇതെന്താ കാണുന്നതെന്നറിയോ? ആദ്യം കാണുമ്പോൾ ഞാൻ വെച്ചെന്താ സംഭവം, പിന്നെയാണ് മനസ്സിലായത് ആകാശത്തൊട്ടിൽ നമ്മുടെ ബ്ലാങ്കൂര് വണ്ടർലയാണ് ഗൈസ്. അത് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റി. ഇതാരാണ്? ആരുടെയും ആണെന്നറിയില്ല. ഏതോ ഒരു പ്രതിമ അവിടെ ഒരുങ്ങുന്നുണ്ട്. കുഞ്ഞുറങ്ങുവാണ് ഗൈസ്, ശരിക്കും ഉറങ്ങുവാട്ടോ. ഇവിടെ അഭിനയിക്കാൻ പറഞ്ഞിട്ട് ഉറങ്ങുന്നവരെ അഭിനയിച്ചോട്ടെ, നോക്കട്ടെ. ഇപ്പൊ ശരിക്കും ഉറങ്ങിട്ടാ, പാവം. കാറിൻ്റെയൊക്കെ സ്പീഡ് 120 ഉണ്ടായിരുന്നത്. ഇങ്ങോട്ടേക്കും കത്തിച്ച് വിട് പാപ്പാന്ന് പറഞ്ഞു സംഗീനോട് ഞാൻ. സംഗി കത്തിച്ച് വിടുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാനും കുഞ്ഞുള്ളതല്ലേ, അതുകൊണ്ട് വലിയ റിസ്ക് എടുത്തിട്ടില്ല. ഒരുപാട് വട്ടം വന്ന സ്ഥലമാണ് കേട്ടോ, അതുകൊണ്ട് എല്ലാ സ്ഥലം കൃത്യമായിട്ട് അറിയാം. ഓരോ സ്ഥലത്തെത്തുമ്പോൾ എല്ലാം ഇങ്ങനെ പറഞ്ഞു തരും. സ്കൂൾ ബസ് വന്ന കുഞ്ഞു, സ്കൂൾ ബസ് അതാ പോകുന്നു. ചാടി കറിക്കോ? നമ്മളിപ്പോ ഏത് സ്ഥലത്ത് എത്തിയ? സ്ഥലത്തിന്റെ പേരെന്താ? എന്ത്? ബാംഗ്ലൂര്. ബാംഗ്ലൂർ മെട്രോ എന്നാൽ നമുക്കങ്ങ് കണ്ടാലോ. ഒരുപാട് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു കേട്ടോ പുള്ളീനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് കണ്ടു. ഫുള്ളുണ്ടായിരുന്നു. ഫുള്ള് മെട്രോയുടെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പുറത്തെ സൈഡ്. ബ്ലോക്ക് പിന്നെയും ബ്ലോക്ക്. വരുന്ന വഴി പകുതിയും ബ്ലോക്കായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ രാവിലെ ഇറങ്ങിയത് നന്നായി. അതുകൊണ്ട് അധികം ലേറ്റ് ആവാണ്ട് അങ്ങ് എത്തുമായിരിക്കും. ബാംഗ്ലൂർ സിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ, ബ്ലോക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നതെന്ന് പറയണേ. നമ്മുടെ പണ്ട് കാലത്തൊക്കെ ഏറ്റവും കൂടുതൽ കല്യാണത്തിനും ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരാളെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതെന്താ പറയുക, അംബാസിഡർ കാർ അങ്ങനെ എന്തല്ല പറയുക, പണ്ടത്തെ കല്യാണത്തിൻ്റെയൊക്കെ ഹീറോ. ഇതിവിടെ നേവിയുടെ എന്തോ ഇതുണ്ടായിരുന്നു, അവർ എന്തോ യാത്ര ചെയ്യുന്നതാണ് കേട്ടോ ഇത്. കൊള്ളാം എന്തായാലും. നമ്മൾ അടുത്ത ബ്ലോക്കിലേക്ക് കടന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബ്ലോക്ക്. അപ്പോൾ സംഖ്യ പറഞ്ഞു ഏകദേശം എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ എത്താൻ വേണ്ടി പോവുകയാണ്. പോണൊരു ഫ്ലൈറ്റ്. സമയം ഇപ്പം 5:30 ആയിട്ടോ. 10:15 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ കുറേ സ്ഥലത്ത് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ ടൈം അങ്ങനെയൊക്കെ കഴിഞ്ഞിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി റൂമിലോട്ട് പോകണം, പിന്നെ ചായ കുടിക്കണം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ഇവിടുന്ന് ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ എയർപോർട്ടിലോട്ട്. അപ്പോൾ രാവിലെ മോർണിംഗിനെ അച്ഛൻ വരുള്ളൂ. അപ്പോൾ ബാക്കി ഇങ്ങനെ കാണിച്ചു തരാം. ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് റൂം. ക്കളല്ലേ അഞ്ഞു? എന്ത്? ഒരാൾ കണ്ണാടി നോക്കിയിട്ടാണ് ഗൈസ് ചായ കുടിക്കുന്നത്. എന്തൊക്കെ വെറൈറ്റികളാണോ. ചായ വന്നിട്ട് ചായ കുടിക്കട്ടെ. നല്ല ഏലക്കയെല്ലാം ഇട്ട ഇഞ്ചിയും ഏലക്കൊക്കെയുള്ള നല്ല സൂപ്പർ ചായ കേട്ടോ. യാത്ര ചെയ്ത ക്ഷീണമൊക്കെ ഈ ചായ അല്ലെങ്കിൽ തീരട്ടെ. റൂമിൻ്റെ ബാൽക്കണിയിലെ കാഴ്ചകളാട്ടോ ഇതൊക്കെ. നേരെ മുന്നേ അപ്പുറത്ത് കാണുന്നത് എയർപോർട്ടാണ് കേട്ടോ. അത് ഇവിടുന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. പോകുന്നു ഒരാൾ. അവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മിനിറ്റൊന്നല്ല ഗൈസ്, സെക്കൻഡിനാണ് ഓരോ ഫ്ലൈറ്റ് ഇറങ്ങണതും
പോകുന്നതൊക്കെ അത് ഞാൻ കാണിച്ചു തരാവേ. ഈ കാണുന്ന ലൈറ്റിൽ ഞാൻ വിചാരിച്ചു ആദ്യം ലൈറ്റാണെന്ന് വിചാരിച്ചു ആദ്യമൊക്കെ. പിന്നെ ഞാൻ മനസ്സിലായത് ഓരോരോ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്ന കാഴ്ചയാണെന്ന്. മിനിറ്റിനാട്ടോ ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുന്നേ. കണ്ടോ, ആ കാണുന്നുണ്ടോ? 1 2 3 അടുപ്പിച്ച് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ പോവുകയും ചെയ്യുന്നുണ്ട്. ഹലോ ഗായ്സ്, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. നമ്മൾ എന്താ വെയിറ്റ് ചെയ്യുന്നേ? ആമിക്ക് KSF വേണം പോലും. KSF ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുക കേട്ടോ. KSF തന്നെയല്ലേ? KSFിൻ്റെ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്താ അറിയണ്ടേ? KSF എന്താണെന്ന് അറിയണ്ടേ? ഇപ്പം വരും കേട്ടോ. എന്നിട്ട് നമ്മൾ കാണിച്ചു തരുവേ. വ്യൂ ആമീസിൻ്റെ KSF വന്നിട്ടുണ്ട് കേട്ടാ. തുറന്നോ. KFC വരാൻ വേണ്ടിയിട്ട് ഏകദേശം അരമണിക്കൂർ എടുത്തു കേട്ടോ. നമ്മൾ ബുക്ക് ചെയ്തിട്ട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് കിട്ടിയത്. ഈ സമയം കൊണ്ട് അവിടെ പോയിട്ട് കഴിച്ചാൽ മതിയായിരുന്നു. കാരണം അറിയാലോ, ബാംഗ്ലൂരിലെ ബ്ലോക്കും കാരണമൊക്കെ ആയതുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് കുറേ ഡിലേ ആയി. എന്നാലും കുഴപ്പമില്ല, KFC അല്ലേ, മടുമട അടിക്കാമല്ലോ. ഞാനും ആമീസും കൂടി 2 പീസ് വീതം കഴിച്ചു കേട്ടോ. സംഖ്യയ്ക്ക് 1 മതി എന്ന് പറഞ്ഞിട്ട് 1 കഴിച്ചുള്ളൂ. അതിനുശേഷം കുറേ ലേറ്റായി, കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തു. അതിനുശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടൗണിലോട്ട് പോവുകയാണ്. ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും വേണ്ട, എനിക്കൊരു ചായ കിട്ടിയാൽ മതി. പിന്നെ നൈറ്റ് ഡ്രൈവും കുറച്ച് ദൂരം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു കേട്ടോ. KFC കഴിച്ചിട്ട് വയറ് ഏകദേശം ഫുള്ളാണ്. അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. എന്താ ഉള്ളതെന്ന് അറിയില്ല, നോക്കാം. നമ്മുടെ കേരള ഫുഡ് കിട്ടും തോന്നുന്നു. സംഗീത അതാണ് കഴിച്ചത്. ആമീസിന് അവിടുത്തെ പൊറോട്ടയോ കാര്യങ്ങളോ എന്തോ വാങ്ങി. പിന്നെ ഗോബി മഞ്ചൂരിയനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഗോബി മഞ്ചൂരിയൻ 2 പീസ് എടുത്ത് കഴിച്ചു. പിന്നെ ഒരു ചായ കുടിച്ചു. ആ സ്ട്രോങ് ഏലക്കായൊക്കെ ചേർത്ത ആ ചായ അത് കുടിച്ചാൽ പിന്നെ വേറെ എന്താണ് വേണ്ടത്? ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വയറ് ഫുള്ളായതുകൊണ്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ തിരികെ റൂമിലോട്ട് വന്നു. ഇതാട്ടോ, ഇവിടെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേ. ആ റൂമിലെത്തി. ഇനി റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ഞങ്ങളപ്പോൾ ഉറങ്ങാൻ പോവാണ്. അപ്പം നാളത്തെ വ്ലോഗുമായിട്ട് കാണാം. ഗുഡ് നൈറ്റ്, ടാറ്റാ. ഗുഡ് മോർണിംഗ് ബാംഗ്ലൂർ. തേച്ചോളൂ, നല്ലോണം തേച്ചോളൂ. വെരി ഗുഡ്. ഹായ്, നമ്മൾ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. 10:15 ആകുമ്പോഴത്തേക്കും അച്ഛൻ ഇറങ്ങും. അപ്പം അച്ഛനെയും കൂട്ടിയിട്ട് ഇനി അടുത്ത പരിപാടി ചായ എല്ലാം കുടിക്കണം. അപ്പം കാണാം. ഓക്കേ. നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി എയർപോർട്ടിൽ എത്താനായിട്ടുണ്ട്. ഇനി അച്ചാച്ചനെ കൂട്ടിയിട്ട് കാണാൻ പറ. വായിക്കൊള്ളാത്തൊരു എയർപോർട്ടിൻ്റെ പേരും എന്തായാലും ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ബാംഗ്ലൂർ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മളിവിടെ കണ്ണൂർ എയർപോർട്ടിൽ പോയ പരിചയം മാത്രമേ ഉള്ളൂ. ഇനി ആ എയർപോർട്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല. ഭയങ്കര ആകാംക്ഷയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡിന് ഫ്ലൈറ്റ് വരുന്നുണ്ട്, പോകുന്നുണ്ട്. ആരും ഇതൊന്നും മൈൻഡാക്കുന്നില്ല ഗൈസ്. അതാണ് ഏറ്റവും വലിയ പുതുമ. ഞാൻ മാത്രം വായും പൊളിച്ച് ആകാശത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. കാരണം എനിക്ക് ഫ്ലൈറ്റ് എത്ര കണ്ടാലും മതിയാവില്ല. ഇവിടെ നിന്ന് ഏകദേശം ഞങ്ങളുടെ കണ്ണൂരിൽ നിന്ന് ഇരിട്ടിയിൽ നിന്ന് ഏകദേശം അരമണിക്കൂറേ ഉള്ളൂ നമ്മുടെ എയർപോർട്ടിലോട്ട്. താഴെ കൂടെ എപ്പം ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കും. എപ്പോൾ കേട്ടാലും താഴെ കൂടെ പോകുന്ന സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി ഓടുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നിന്നായതുകൊണ്ട് കുറച്ച് നാണക്കേടുണ്ട്. കാരണം ആരും നോക്കാത്തതുകൊണ്ട് എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഫ്ലൈറ്റിൻ്റെ. നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് സംഖ്യ അങ്ങോട്ടേക്ക് പോയി. കാരണം എയർപോർട്ടിൽ നിന്ന് പാർക്കിംഗ് ഏരിയയിലോട്ട് ഭയങ്കര ദൂരം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറക്കിയിട്ട് സംഖ്യ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇതാ നമ്മൾ കാത്തിരുന്ന് അച്ഛൻ വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ടപാട് ആമീസ് ദാ പോണു. അച്ഛൻ വന്നു ഗൈസ്.
നമ്മൾ 10:30 കഴിഞ്ഞിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അച്ഛൻ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഈ കാണുന്ന സ്ഥലത്ത് നിർത്തിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ. ആമീസിന് പൂരി മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പൂരി ഒന്നും വേണ്ട, എനിക്ക് തൊഡല്ലി മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തൊഡല്ലി ആട്ടോ വാങ്ങിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സാമ്പാറൊക്കെ കിടു, നമ്മുടെ നാട്ടിൽ വെക്കുന്ന പോലത്തെ വറുത്തരച്ച സാമ്പാർ പോലെ ഉണ്ടായിരുന്നു. അവർ വേറെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ വാങ്ങി കഴിച്ചു. എന്നാലും അടിപൊളി ചായ പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ചായയായിരുന്നു. അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന അതേ സെയിം കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ അതൊന്നും കൂടുതലായിട്ട് എടുത്തിട്ടൊന്നുമില്ല. എന്തിനാ സെയിം അങ്ങോട്ട് പോകണത് തന്നെ ഇങ്ങോട്ട് വരുന്നത് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഒന്നും എടുക്കാതിരുന്നത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോ കഴിക്കേണ്ട ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. തിന്നാൻ മാത്രമാണോ നീ പോയെന്ന് ആരും വിചാരിക്കരുത് കേട്ടോ. പിന്നെ കഴിച്ചത് മാങ്ങയാട്ടോ. നല്ല അടിപൊളി മാങ്ങയായിരുന്നു. ഇവിടുത്തെ ഉള്ള പോലത്തെ നല്ല നീണ്ട മാങ്ങ. അതിന് പുളിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ച് ഉപ്പിട്ട് അതങ്ങോട്ട് കഴിച്ചു. അതിന് ശേഷം ഈ കാണുന്ന സാധനങ്ങളൊക്കെ കണ്ടോ, ഞാവൽ. ഈ സാധനം കണ്ടു, ഈ മഞ്ഞ സാധനം, ഈ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നത് വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് അടിഞ്ഞു കിടക്കുന്ന സാധനം കേട്ടോ. അതൊക്കെ ആരാ വാങ്ങുന്നത്? ഇതൊക്കെ ഇവിടെ കൊണ്ട് വിറ്റാൽ മതിയായിരുന്നല്ലേ. 2-3 ഞാവൽ കഴിച്ചു. ആമീസിന് പേരക്ക വേണമെന്ന് പറഞ്ഞിട്ട് അവൾ പേരക്ക കഴിച്ചു. എന്നുള്ളത് കരിമ്പിൻ ജ്യൂസ് കേട്ടോ. അവിടെ നിന്ന് തന്നെ കൃഷി ചെയ്യുക, അവിടെ നിന്ന് തന്നെ പറിക്കുക, അവിടെ നിന്ന് തന്നെ ജ്യൂസ് അടിക്കുക. കരിമ്പ് ജ്യൂസ് ആക്കുന്ന കണ്ടോ ഗൈസ്. കുടിച്ചോ? ആമീസ് കഴിച്ച പേരക്കയുടെ ബാക്കിയാട്ടോ. ഇവർക്ക് ഇതന്നെ പണിയെന്ന് വിചാരിക്കരുത്. അതിനുശേഷം ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പിള്ളേർ വെക്കുന്ന കേട്ടോ. അവിടെ നിന്നും കുറച്ച് പർച്ചേസ് ചെയ്തു. അതിനുശേഷം വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോണത്. കാരണം ഓരോ സാധനം തിന്നിട്ട് ഫുള്ളായിരുന്നു. നൂഡിൽസും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവർ പൂരിയും കാര്യങ്ങളും പത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു ഐസ്ക്രീമും കൂടി സാപ്പിട്ടു. ഏകദേശം 5:30-6 മണിയൊക്കെ ആകാനായിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് വേണം അടുത്ത പരിപാടി. ഇന്ന് കാശൂട്ടിയുടെ ബർത്ത്ഡേ ആഘോഷമാണ്. അച്ഛൻ വന്നതിന് ശേഷം ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ദിവസം ലേറ്റായിട്ട് ആഘോഷിക്കുന്നത്. നമ്മൾ തിരിച്ച് മാക്കൂട്ടം എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 3/4 മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഇരുട്ടിക്കെത്താൻ വേണ്ടിയിട്ട്. സൂര്യനൊക്കെ മറഞ്ഞു, ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളങ്ങനെ വഴിട്ടി എത്താനായി. ഇവിടുന്ന് കേക്കൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അവിടെ എല്ലാവരും വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ കാത്തു നിൽക്കുമായിരുന്നു എല്ലാവരും. അവിടെ ചെന്ന പാടും ഒന്നും നോക്കാണ്ട് അപ്പാടും കേക്ക് മുറിയും ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ്. കുറേ ആൾക്കാരൊന്നുമില്ല. പിന്നെ കീർത്തനൻ്റെ അവർ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരും പിന്നെ നമ്മളും പിന്നെ അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുന്നു. കാശുട്ടീൻ്റെ കേക്കൊക്കെ മുറിച്ചു. ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്ക് മുറിച്ചാലോ. രണ്ടാൾക്കും ഒരേപോലത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാശുയുടെ ബർത്ത്ഡേ ആണെങ്കിലും ആമീസ് ഇല്ലാതെ എന്താഘോഷം, അതുപോലെ ആമീസിൻ്റെ ബർത്ത്ഡേക്കും കാശും ഇല്ലാതെ എന്താഘോഷം. രണ്ടാളും ഒരുമിച്ചാട്ടോ കേക്ക് കട്ട് ചെയ്തത്. എല്ലാവരും വന്ന് വായിലൊക്കെ വെച്ച് കൊടുത്തു. കാശുട്ടിക്ക് മാത്രമല്ല രണ്ടാൾക്കും. അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. രണ്ടാളും ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാശുട്ടിക്ക് കേക്കിനോട് വലിയ താല്പര്യം ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ ഏറ്റവും കൂടുതൽ കഴിച്ചത് നമ്മുടെ ആമീസ് തന്നെയായിരുന്നു. അവൾ എത്ര കിട്ടിയാലും പോന്നോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ എല്ലാവരും വന്നു, കേക്കെല്ലാം കൊടുത്തു. ഞാനെവിടെ, എന്നെ കാണുന്നില്ലല്ലോ. ഞാനുണ്ടാവും കേട്ടോ അടുത്തായിട്ട് എന്തായാലും. ഞാനും അങ്ങനെ കേക്കെല്ലാം കൊടുത്തു. നൂഷാമി എല്ലാവരും. പിന്നെ അടുത്ത് ഫുഡ് ടൈം ആയിരുന്നു. ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം അവരൊക്കെ കഴിച്ചു. അവർ കുറച്ച് ദൂരത്തു നിന്ന് വരുന്നതല്ലേ, അതുകൊണ്ട് അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം ഫ്രണ്ട്സും കാര്യങ്ങളും, സാടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, കസിൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അവരൊക്കെ യാത്രയാവുകയാണ്. അവരൊക്കെ പോയതിന് ശേഷം
കിൻഡർ ജോയ് എന്തോ ഉണ്ടായിരുന്നു ഏതോ ഗിഫ്റ്റിൽ. രണ്ടാളും കൂടി പങ്കിട്ട് കഥയൊക്കെ പറഞ്ഞിട്ട് കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്. ടാറ്റ, ബൈ ബൈ ഗൈസ്.